കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് വയനാട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടി റിസോർട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ അയാൾ വന്നിട്ട് ഷെയ്ഖാൻ്റെ അകത്ത് തന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മലയാളിയല്ലേ ചോദിച്ചു. അപ്പോൾ അല്ല മലയാളിയല്ല, ഒരു കർണാടകയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ റൂമിൽ പോയിട്ട് എന്ത് ചെയ്തറിയും, കുട്ടികളുടെ എണ്ണമൊക്കെ ചോദിച്ചു അവിടുത്തെ എൻ്റെ കൂടെയുള്ള ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും പേന, അദ്ദേഹം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ഒരു പേന ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, നമ്മൾ ആകെ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അന്ന് ആ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു താമസക്കാരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ കർണാടക എന്നൊക്കെ ഇത്ര ദൂരം അപ്പോൾ പറഞ്ഞു ഞാൻ ആരൊക്കെ കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വൈഫുള്ളൂ. അപ്പോൾ മക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ക്ലാസ്സിലാണ്? 3 മക്കളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ കുട്ടി ഇപ്പോൾ ഈ വെക്കേഷൻ്റെ സമയത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ചോദിച്ചു മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ അന്ന് ഇരുത്തി ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു തരും, ഞങ്ങൾ എല്ലാ വർഷവും 2 തവണ ഞാനും ഭാര്യയും ഇതുപോലെ ഒരു യാത്ര പോകും. അന്ന് മക്കളെ ഒന്നുകിൽ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ആക്കും, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ആക്കും. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു വാട്ട് ഇസ് ദ പർപ്പസ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി പോണ സമയത്ത് എനിക്ക് ഇനഫ് ടൈം, എൻ്റെ ആവശ്യമായ സമയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ള ചിന്തനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ദിവസത്തിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൈവസിയിൽ ഇരുന്ന് സംസാരിക്കാനും പരസ്പരം ഞങ്ങൾ മാത്രമുള്ളൊരു ലോകത്ത് ഇടപഴകാനും വേണ്ടിയാണ് എന്ത് ചെയ്യണത്. അവർക്ക് ഒരുപാട് പറയണ്ട. അപ്പോൾ അങ്ങനെ ഇയാൾ എന്നോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞു, ഏറ്റവും നിങ്ങളെടുത്ത തീരുമാനം അടിപൊളിയാണ്, നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇന്നത്തെ യുവ തലമുറയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതാണ് കാരണം, സംസാരിക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ ഭർത്താവിന് സമയമില്ല. ആ സംസാരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടും സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ എന്നുള്ളത്.